ഹലോ ഗൈസ്, അപ്പം ഇന്ന് അമ്മയുടെ സുംബയുടെ പ്രാക്ടീസ് കാണാൻ പോകണം കേട്ടോ. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ സുംബയുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചായ കുടിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് അപ്പം തന്നെ കുടിക്കാൻ പറ്റില്ല, അമ്മ പിന്നെയാണ് കുടിച്ചത്. സുംബയ്ക്ക് പോകണതിന് 2 മണിക്കൂർ മുന്നേ ഫുഡ് കഴിക്കണം. അതിന് ശേഷം വന്നിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, ചക്ക അച്ഛൻ വന്നിട്ട് ആണ് വെട്ടിയത്. ചക്ക നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു കേട്ടോ. നമ്മുടെ ചക്കയുടെ പരിപാടി ഓൾമോസ്റ്റ് ഒരുവിധം ആയിട്ടുണ്ട്. പകുതി നാളെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. പിന്നെ പകുതിയുടെ പകുതി ഞങ്ങളിപ്പോൾ കഴിച്ചു, അതിൻ്റെ പകുതി നാളേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഇത്തിരിയും കൂടിയും മധുരം വരാനുണ്ട്. അപ്പോൾ നാളേക്ക് എടുത്തു വെച്ചു. പിന്നെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇപ്പം ചക്ക കഴിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ട് ബാക്കിയുള്ള നാളെ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ചക്കക്കുരൊക്കെ കഴുകിയിട്ട് നമ്മൾ പാതിയമ്പറം എന്നൊക്കെ പണ്ട് പറയും, നമ്മൾ അടപ്പിൻ്റെ സൈഡിൽ ഉണങ്ങാനായിട്ട് ഇടും ചക്കക്കുരു കഴുകിയതിന് ശേഷം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സൈഡിൽ തന്നെ നമുക്കിവിടെ ഇടാം കേട്ടോ. ഞങ്ങളിപ്പോൾ എത്രയാണ് കഴിച്ചത്. ഇനി നാളെ ആകുമ്പോഴേക്ക് ഇത് ഉണങ്ങി ഇതിൻ്റെ തൊലിയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്കിയും കൂടിയും കഴിച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ചക്കക്കുരു ഉപ്പേരി വയ്ക്കും. എനിക്ക് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കറികളിലൊക്കെ ഇടും കേട്ടോ, പരിപ്പ് കറി, ചെമ്മീൻ കറിയിലൊക്കെ നമ്മളിതിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അമ്മ ഇവിടെ പണ്ടത്തെ പോലെ തന്നെയാണ് ചോറ് വയ്ക്കലും വെള്ളം ചൂടാക്കലൊക്കെ ഇതാണ്. കണ്ടോ, മണ്ണെണ്ണ വിളക്ക് വരെയുണ്ട് പണ്ടത്തെ ഇതിലൊക്കെയാണ് മൂപ്പര പരിപാടികൾ. പിന്നെ സ്റ്റൗ ഉണ്ട് അത്യാവശ്യം. ഇപ്പോൾ സ്റ്റൗവൊക്കെ അല്ല, ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാണ് കറി വയ്ക്കലും. മീൻ കറി അമ്മ അല്ലെങ്കിലും അടപ്പിൽ തന്നെയാണ് വെക്കാറ്. നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട്. കണ്ടോ, അതൊക്കെ വെള്ളം ചൂടാക്കിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആണ്. ചാരം ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെ ഈ പരിപാടികളൊന്നും ഇല്ല, അടപ്പിൽ വയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്നവർ ചെയ്യുന്നവർ വിരളമായിരിക്കും. അപ്പോൾ അങ്ങനെ ചക്കയാണ് കേട്ടോ. നമ്മളൊരു അടുത്തൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മളെ അവിടുത്തെ വീട്ടിലേക്ക് നാളെ അച്ഛനും അമ്മയ്ക്കും കഴിക്കാനായിട്ട് കൊണ്ടു കൊടുക്കണം. ഇതാണ് പരിപാടി. കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, പകുതി കഴിച്ചു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി മഴ പെയ്തു, നല്ല കിടുക്കാച്ചി മഴ. അപ്പോൾ കുറച്ച് നേരം പുറത്തിങ്ങനെ മഴയൊക്കെ കണ്ട് ഇരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.